ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ചയെല്ലാം കഴിഞ്ഞിന്. എന്നാലും എല്ലാവർക്കും ഈദ് മുബാറക്. ഈദിൻ്റെ ലീവും പിന്നെ സ്കൂളൊക്കെ തുറക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും എല്ലാം കൂടി ആയിട്ട് ലേറ്റായി പോയതാട്ടോ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ സത്യത്തിൽ വിചാരിച്ച നമുക്ക് എന്തായാലും 30 നോമ്പും കിട്ടും, 31-ാം തീയതി ആയിരിക്കും പെരുന്നാൾ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് കേട്ടോ. പക്ഷേ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുട്ടികളെല്ലാം പറയുന്നുണ്ടായിരുന്നു നാളെ തന്നെ ആയിരിക്കുമോ പെരുന്നാൾ എന്നല്ലോ. ഞാൻ അവരോട് പറയില്ല 30 നോമ്പും കിട്ടുമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതിനും. അപ്പം മൈലാഞ്ചിയെല്ലാം കുട്ടികൾക്ക് ഒരു ദിവസം മുന്നേ ഇട്ട് കൊടുത്തിന്. പിന്നെ ഇടാനുള്ള കുറച്ച് കൈകൾ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇതായിട്ടിന്. ഞാൻ മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ട് കിടക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക, ഫുഡും അതായത് പെരുന്നാളിൻ്റെ രാവിലത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ റീസ്ഖാൻ്റെ ഏട്ടനും മോനും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും എന്ന് പറഞ്ഞിന്. അപ്പോൾ അങ്ങനെ ഇറച്ചി വരട്ടിയെല്ലാം ഉണ്ടാക്കി വെച്ച് പിന്നെ മൈലാഞ്ചിയിൽ ഇട്ടിട്ട് കിടക്കുമ്പോഴത്തേക്ക് 2:30 ആയിട്ടാ. കുട്ടികളും ഏകദേശം ആ സമയം തന്നെ ആയിന്. പിന്നെ മൈലാഞ്ചിയെല്ലാം കുറച്ച് മുന്നേ ഇടണമല്ലോ, എന്നാലല്ലേ കുറച്ച് ഡാർക്ക് കളറിലാവുള്ളൂ. അപ്പോൾ ഇത് അധികം കളറായിട്ടില്ല, ഒരുമാതിരി ഒരു ഓറഞ്ച് കളറുള്ള. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബിഗ് ബി ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ട്യൂബ് ഉണ്ടേനും. അപ്പോൾ അതിനെക്കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരു ചൊറിഞ്ഞ പണി, ഇത്ര തന്നെ. കുറച്ച് സമയം കിടന്നിട്ടുള്ളൂ. ഒരു 4 മണി അങ്ങനെ ആയപ്പോൾ തന്നെ നമ്മൾ എണീച്ചിന്. ഓരോരുത്തരെയും വിളിച്ച് എല്ലാവരും എണീച്ച് കുളിച്ച് റെഡിയായാലും വരുമ്പോഴത്തേക്ക് ടൈം ആവുമല്ലോ. അപ്പോൾ 5:45 നിസ്കാരം. അപ്പം നമ്മളിവിടെ അസീസിയയിലുള്ള ഈദ്ഗാഹിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. ഇതാട്ടോ ഞാൻ അബായ മർജേന്ന് വാങ്ങിയ, ഇതിന് മുന്നേ വ്ളോഗിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറിലും സ്ലീവിലും കംപ്ലീറ്റ് വർക്കാണ് വരുന്നത്. അറബിക് ലെറ്റേഴ്സ് ആട്ടോ അതിൻ്റെ ഡിസൈനായിട്ട് വരുന്നത്. നമ്മളൊരു 5-5:30 ആയിന് ഇവിടുന്ന് പോകാൻ. അസീസിയല്ലേ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വാഹിലെല്ലാം എണീക്കോന്നെല്ലാം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2 മണി ഒക്കെ ആയിരുന്നു അവരെല്ലാം കിടക്കാൻ. പിന്നെ പെരുന്നാളല്ല, അപ്പം അതിൻ്റെ ഒരു ഉഷാറിലങ്ങ് എണീച്ച് റെഡിയായതെല്ലാവരും. നമ്മൾ ആദ്യത്തെ റൂമിൻ്റെ പാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള. പിന്നെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ വരുന്ന സമയമായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂടും കുറവല്ലേ ഇപ്രാവശ്യം. പിന്നെ ഈ നിസ്കാരത്തിന് വരുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഇങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ കീസിൽ കൊണ്ടുവന്നിട്ട് മക്കൾക്കെല്ലാം കൊടുക്കുമല്ലോ. അങ്ങനെ ഓരോ സൈഡിൽ നിന്നായിട്ട് കൊടുക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അവരെ വിളിച്ചിട്ടുള്ള. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കറിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. നെയ്യപ്പം ചുടാനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പുട്ടും ആട്ടോ റെഡിയാക്കുന്നത്. പുട്ടും ഇറച്ചി വരട്ടിയും നല്ല കോമ്പിനേഷനല്ലേ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം നെയ്യപ്പവും ഇറച്ചി വരട്ടിയും. നമ്മളെ വയനാട്ടിലുള്ള ഒരു കോമ്പിനേഷനാണെന്ന് പറയാം. കുറേ പേര് കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും, കഴിക്കാത്തവർ കഴിച്ച് നോക്കി. അപ്പോൾ ഈ ഇറച്ചി വരട്ടിയതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കുറച്ചിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുക. ഞാൻ അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെ ഉണ്ടാക്കീന്. എനിക്ക് മധുരത്തോടു കൂടെ കഴിക്കുന്നത് ഇഷ്ടമാണ്. നെയ്യപ്പത്തിൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിന് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ മഗ്‌രിബിൻ്റെ സമയത്താണല്ലോ പെരുന്നാളാന്നെല്ലാം അറിഞ്ഞപ്പോൾ അന്നേരം പിന്നെ വേഗം അരി ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കുമ്പം തലേ ദിവസം തന്നെ ഇങ്ങനെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ചുടുന്നതായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നെയ്യപ്പം റെഡിയായി കിട്ടും. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് റെസിപ്പി വീഡിയോ അങ്ങനെയെല്ലാം കൊടുത്തുകൊണ്ട് ഞാൻ ഇതിലങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ.
നമ്മളെ പുട്ട് റെഡിയാകുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് നെയ്യപ്പം റെഡിയാകുന്നുണ്ട്. കുറച്ച് പുട്ടിൽ ഞാൻ തേങ്ങ ഇടാണ്ടാട്ടോ റെഡിയാക്കുന്നത്. ഇവിടെ കുട്ടികൾക്കൊന്നും തേങ്ങ ഇഷ്ടമില്ല. പിന്നെ അവർക്ക് കൊടുക്കുന്ന പുട്ടിലെല്ലാം ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിനെ, നല്ല ചൂടുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഓരോരുത്തരായി പെരുന്നാളിൻ്റെ ഡ്രസ്സെല്ലാം ഇട്ട് അങ്ങനെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ ഫുഡ് വേണ്ട, അവർ റെഡിയാകട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ റെഡിയായി ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ. പിന്നെ ഇതുപോലെ കുറച്ചൊന്ന് തുടച്ച് നീറ്റാക്കി വെക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എനിക്കും ഒന്ന് റെഡിയാകണം. നമ്മളിനി ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. Video? Hi. Hello guys. നമ്മളിപ്രാവശ്യം മിയ പാർക്കിലേക്കാട്ടോ പോകുന്നത്. അതിൻ്റെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക്. ഫസ്റ്റ് നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ബോക്സ് പാർക്കിലേക്കെല്ലാം പോകുമ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് കാണലുണ്ട് പാർക്കിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ച് വേറൊരു സൈഡിൽ കൂടിയാട്ടോ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോയേ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഞാൻ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. കുറച്ച് ഫോട്ടോസ് ഒരു ഫ്രെയിം വെച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വക്രയിലൊക്കെ വന്നത്. അവിടെ റൈസ് ഖാൻ്റെ പെങ്ങളെ മോളും ഫാമിലിയെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ഒരു 11:30-12 മണീൻ്റെ അടുത്തായി നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ. വീട്ടിലെത്തി ഞാൻ ഫുഡൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ വന്നിട്ട് ഫുഡാക്കുക, കാരണം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് പിന്നെ വന്നപാടും കുറച്ച് പുഡിങ്ങെല്ലാം കഴിച്ച് ഞാൻ ഉമ്മാലി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ ഫുഡ് മതി എന്ന് പറഞ്ഞ് നല്ല ഉറക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വന്നപാടോ ഡ്രസ്സ് വരെ മാറ്റാണ്ട് അങ്ങനെ കിടന്നുറങ്ങി. ഇന്നലെ ഒരു 2 മണിക്കൂറല്ലേ ഉറക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാനും കിടന്നുറങ്ങി. പിന്നെ ഇത് എണീച്ചതിന് ശേഷം കേട്ടോ ബിരിയാണി റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. കുട്ടികൾക്കെല്ലാം അതാണ് ഇഷ്ടം. അപ്പോൾ അതന്നെ ആക്കി. ഇവിടെ അധികവും എനിക്ക് തോന്നുന്നു ഗൾഫ് ഏരിയയിലെല്ലാം ഇങ്ങനെ നേരത്തെ നിസ്കാരമില്ലാണല്ലോ. അതുകൊണ്ട് തന്നെ തലേ ദിവസം കിടക്കാനും ലേറ്റാവും. അങ്ങനെയെല്ലാം വരുമ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ഫസ്റ്റ് പെരുന്നാളിന് എന്തായാലും ഒരു ഉറക്ക ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്നുമില്ലെങ്കിൽ ബിരിയാണിയെല്ലാം നേരത്തെ വെച്ചിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. നമ്മളങ്ങനെയാണ് കേട്ടോ. ഫുഡെല്ലാം ആക്കി കഴിച്ചിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പുറത്തെല്ലാം പോയി വന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കിടന്നുറങ്ങിയതാണ്. എനക്കും ഉറക്ക് വരുമ്പോൾ കിടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ മൊത്തം കുളമാവും. അങ്ങനെ ഞാനും അങ്ങ് കിടന്നതാണ്.
പിന്നെ ബിരിയാണി അല്ലേ പെട്ടെന്നാവും. ഞാൻ ചിക്കനെല്ലാം കട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിനു. അപ്പോൾ അങ്ങനത്തെ പണിയൊന്നുമില്ല. പിന്നെ ഉള്ളിയെല്ലാം തോലെല്ലാം കളഞ്ഞ് അങ്ങനെ ഫ്രിഡ്ജിൽ അതും റെഡിയാക്കി വെച്ചിനു. ബാക്കി കുറച്ച് പണിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ചോറ് റെഡിയാക്കാൻ വെച്ചിന്. പിന്നെ മസാല കുക്കറിൽ റെഡിയാക്കിയിട്ട് പിന്നെ ദമ്മിട്ടിട്ട് ദം ബിരിയാണി അധികവും ഞാൻ ചിക്കൻ ഫ്രൈ ആക്കലില്ല. ഫ്രൈ ആക്കാണ്ട് സാധാ ദം ബിരിയാണി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കൽ. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ ദമ്മിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചോറ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. റൈസ് ഖാൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 2 ആളുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് ഉച്ചക്കേക്ക് എന്തായാലും ചോറ് വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അവർ അവിടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരെന്നെ ആക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടൊരു സമാധാനം. ലേറ്റായിട്ട് കൊടുത്താലും കുഴപ്പമില്ലല്ലോ. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട് സലാഡ് ആക്കിനേനു. അപ്പോൾ റൈസ് കാക്ക അത് മതി എന്ന് പറഞ്ഞ് പിന്നെ ഞാനും ആയിഷയും ഉമ്മാലിയ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പകുതി നമ്മൾ രാവിലെ തിന്നട്ടെ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി വന്നിട്ട് ഇത് കഴിച്ചിനേനു. അതുകൊണ്ട് തന്നെ ചോറൊന്നും വേഗം വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന്. ഉമ്മാലീൻ്റെ റെസിപ്പിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഇത് ഞാൻ അധികം ഉണ്ടാക്കൽ ക്രിസാൻഡ് വെച്ചിട്ടാണ്. ബ്രെഡിലും ഉണ്ടാകും, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ക്രിസാൻഡിൽ ഉണ്ടാക്കും കേട്ടോ. ഞാൻ നെയ്യപ്പെല്ലാം കഴിച്ച് എനിക്ക് അവർ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ തിന്നിട്ടില്ലേനു. ഞാൻ പിന്നെ ലേറ്റായിട്ടാണ് ചോറ് തിന്നിന്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിനേനു. ആദ്യം ഉമ്മുൽ സനീം പാർക്ക് AC പാർക്ക് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് നേരം അവിടെ നിന്ന്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിങ്ങൊന്നും കിട്ടുന്നില്ലേനു. പിന്നെ അവിടെ നിന്ന് നേരെ വെസ്റ്റ് വോക്കില്ലേ അങ്ങോട്ടേക്ക് പോയി. ഇതിൽ പിന്നെ കുറച്ച് നേരം നടന്ന് നല്ല രസമില്ല ഇങ്ങനെ നടക്കാൻ. ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇല്ലെങ്കിൽ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. വെസ്റ്റ് വോക്ക് തന്നെ അതിൻ്റെ പേരെന്നെ. അങ്ങനെ കുറച്ച് നേരം നടന്ന് പിന്നെ റൂമിലേക്ക് തിരിച്ച് വരിക ചെയ്ത്. ഇന്ന് പിന്നെ വേഗം കിടക്കാമെന്ന് വിചാരിച്ച്. ഇടയിലൊക്കെ ഉറങ്ങിയെങ്കിലും ആ ഒരു ക്ഷീണം അങ്ങ് മാറിയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മളൊന്ന് ലീവ് ഉണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസം. അപ്പോൾ അങ്ങനെ പുറത്തേക്കെല്ലാം പോയത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഈദ് വിശേഷങ്ങൾ. അങ്ങനെ കാര്യമായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ.